നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ വേർട്ടിസസുകൾ തന്നിട്ടുണ്ട്. A35 അവിടെ പേര് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പേര് കൊടുത്തതാണ്. ABC എന്നോ PQR എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. B തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. ഐസോസിലസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് ട്രയാങ്കിളും ഐസോസിലസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ആണെങ്കിൽ അതിലെ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ AB-യും BC-യും AC-യും കാണണം. സോ ഇങ്ങനെയാണ് കാണുക. നേരെ നോക്കിയിരുന്നോളൂ. A എഴുതി. A എത്രയാണ്? What is A? 3, 5. What is B? 9, 13. ഇതിൽ നിന്ന് ആദ്യം ഞാൻ AB കാണുകയാണ് ചെയ്യുന്നത്. AB കാണാൻ ജസ്റ്റ് റൂട്ട് ഇടുക. ഹലോ, AB കാണാൻ ജസ്റ്റ് റൂട്ട് ഇടണം. എന്നിട്ട് 9-ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. വാട്ട് ഈസ് 9 മൈനസ് 3? 6. അതിന്റെ സ്ക്വയർ എഴുതുക. കുറെ സ്റ്റെപ്പ് എഴുതണം എന്ന് നിർബന്ധമല്ല. 13-ൽ നിന്ന് 5 മൈനസ് ചെയ്യുക. എത്രയാണ്? 8. ഇത് കാണുമ്പോഴേക്കും 8ഉം 6ഉം ആണെന്നുള്ള ബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് 10 ആണ് ഇതിന്റെ ആൻസർ എന്ന് എഴുതാം. 6ഉം 8ഉം വരുമ്പോ ഓട്ടോമാറ്റിക്കലി 10 വരിക. എന്നാലും ഞാൻ ചെയ്യുകയാണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 അല്ലേ? 8 സ്ക്വയർ എത്രയാണ്? 64. സോ വാട്ട് ഈസ് ആൻസർ? റൂട്ട് 100 എന്ന് കിട്ടും. വാട്ട് ഈസ് ആൻസർ? 10. ഇതാണ് AB. AB കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് BC കാണുക? BC കാണാൻ എഴുതേണ്ടത് B-യും C-യും ആണ്. B-യും C-യും എഴുതിയിട്ടാണ് BC കാണുക. B എത്രയാണ്? B 9, 13. C എത്രയാണ്? 10, 6. ഇതേപോലെ BC ആണ് കാണേണ്ടത്. റൂട്ട് ഇടുന്നു. ഇങ്ങനെ റൂട്ട് ഇട്ട് വെക്കുന്നു. 9-ൽ നിന്ന് 10-ഓ 10-ൽ നിന്ന് 9-ഓ മൈനസ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്യാം. 9-ൽ നിന്ന് 10 മൈനസ് ചെയ്യണോ? 10-ൽ നിന്ന് 9 മൈനസ് ചെയ്യണോ? 10-ൽ നിന്ന് 9 മൈനസ് ചെയ്തു 1. അടുത്തത് 13-ൽ നിന്ന് 6 മൈനസ് ചെയ്യണോ? 6-ൽ നിന്ന് 30 മൈനസ് ചെയ്യണോ? 13-ൽ നിന്ന് 6 മൈനസ് ചെയ്ത് എത്രയാണ്? 7 സ്ക്വയർ. സോ ഇത് വെരി സിമ്പിൾ ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. റൂട്ട് 49 എന്ന് കിട്ടും. റൂട്ട് 50 എന്ന് കിട്ടും അല്ലെ? റൂട്ട് 50 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്തത് B-യും C-യും കിട്ടി. അടുത്തത് ഏതാ കാണുന്നത്? AC. എല്ലാ സൈഡുകളും കാണുക എന്നേ മീനിങ് ഉള്ളൂ. എങ്ങനെയാണ് AC കാണുക? A എന്നുള്ളത് എത്രയാണ്? 3, 5. C എന്നുള്ളത് എത്രയാണ്? 10, 6. AC കാണാൻ പറഞ്ഞ എങ്ങനെയാണ് ചെയ്യേണ്ടത്? AC എന്ന് എഴുതുക. 10-ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്രയാണ്? 7 സ്ക്വയർ. 5-ൽ നിന്ന് 6-ഓ 6-ൽ നിന്ന് 5-ഓ മൈനസ് ചെയ്താലും സെയിം തന്നെയാണ്. ഒന്ന് -1 വരും, അല്ലെങ്കിൽ 1 വരും അല്ലേ? -1 വന്നാലും -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ ഉണ്ടോ? സോ 6 മൈനസ് 5 എന്നുള്ളത് എന്താ വരിക? 1 അല്ലെ? 1-ന്റെ സ്ക്വയർ. സോ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 എന്ന് കിട്ടും. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ എന്താ മക്കളെ ആൻസർ വരിക? റൂട്ട് 50 ഇല്ല, ഇവിടെ കിട്ടൂല. റൂട്ട് 50 എന്നാണ് ആൻസർ വരിക. സോ ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. നിങ്ങൾ എഴുതി വെക്കണം. ഇൻ ദിസ് triangle two sides are equal, therefore this is an isosceles triangle എന്ന് എഴുതി വെച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. BC-യും AC-യും ഈക്വൽ ആണ്. BC-യും AC-യും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയത്. മോശം സാറൊന്ന് പറഞ്ഞു. ഞാനും ക്ലാസ്സിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് ഫ്രീ ഉണ്ടോ നോക്കും. BC-യും AC-യും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഐസോസിലസ്. ഇനി അടുത്തത് ഇതിന്റെ ഏരിയ കാണാനാണ്.
ഏത് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഹാഫ് ബി എച്ച് ആണ്. സോ നമുക്കറിയാം ഇത് റൂട്ട് 50 ആണ്, ഇത് റൂട്ട് 50 ആണ്, ഇത് എത്രയാണ് 10 അല്ലേ? അല്ലേ? സോ ഇങ്ങനെ വരച്ചു വെച്ചു. ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തറിയണം? ഹൈറ്റ് അറിയണം. ഹൈറ്റ് അറിയണ്ടേ? ഇവിടെ ടോട്ടല് 10 ആവുമ്പോ ഇവിടെ 5ഉം 5ഉം ആണ് വരിക. ഇതിനെങ്ങനെ ഹൈറ്റ് കാണുക? ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് റൈറ്റ് ട്രയാങ്കിള്, ഇതല്ലേ റൈറ്റ് ട്രയാങ്കിള് അല്ലേ? ഇതൊന്ന് ഹൈറ്റ് കാണാൻ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിന് ബേസിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ എത്രയാണ്? റൂട്ട് 50ന്റെ സ്ക്വയറിൽ നിന്ന് 5 സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. കണ്ടോ? റൂട്ട് 50ന്റെ സ്ക്വയറിന് 5ന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. റൂട്ട് 50ന്റെ സ്ക്വയർ എത്രയാണ്? 50. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. സോ റൂട്ട് 25 എന്ന് കിട്ടും. ആൻസർ എന്ത് വരും? 5 എന്ന് വരും. സോ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇതില് ടോട്ടൽ ബേസ് എത്രയാണ്? 10. ഹൈറ്റ് എത്രയാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? ഒന്നല്ലെങ്കിൽ 1 × 10 × 5 50, 50/2 25 കിട്ടും. അല്ലെങ്കിൽ ഈ 10ഉം 2ഉം കട്ട് ചെയ്യുക, അപ്പൊ 5 കിട്ടും. 1 × 5 × 5 25 കിട്ടും. 25 എന്നാണ് ആൻസർ കിട്ടുക. വെരി സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല.